നമസ്കാരം. ഞാൻ പഠിച്ചത് സെയിൻറ്റ് അലൂഷ്യസ് കോളേജ് മംഗലാപുരത്താണ്. അപ്പോൾ എപ്പോഴും ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഫ്രണ്ട്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മംഗലാപുരത്തെ ക്യാമ്പസിലെ ഫ്രണ്ട്സിനെയാണ് എപ്പോഴും ഓർമ്മ വരിക. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കോളേജിൽ ഉള്ള സുഹൃത്തുക്കളായിരിക്കാം നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു സ്പെഷ്യൽ ആവുന്നത്. കാരണം അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അവരെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരു ഇമോഷൻ വെച്ചിട്ടാണ് അവരുടെ കൂടെ നമ്മളെപ്പോഴും സമയം സ്പെൻഡ് ചെയ്യുന്നത്. സോ 4 AM ഫ്രണ്ടിനെ കുറിച്ച് ആലോചിക്കാൻ പറയുമ്പോൾ എനിക്കെപ്പോഴും എൻ്റെ ആ സുഹൃത്തുക്കളാണ് ഓർമ്മ വരുന്നത്. അവർ ഒരുപാട് പേരുണ്ട്. ദീപു, ജെറി, അർജുൻ കോഡോ, ബിപിൻ സോഡി, അങ്ങനെ ഒരുപാട് തല്ലിപ്പൊളികളുണ്ട്. എപ്പോഴും ഇത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾ അവരുമായിട്ടാണ് എപ്പോഴും സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റിൻ്റെ കല്യാണത്തിന് പോയി, താമരശ്ശേരിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു തലേ ദിവസം എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് ആ തലേ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ ഇവരെല്ലാവരെയും കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ വീണ്ടും ഞങ്ങൾ ലേറ്റ് നൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം അവരുടെ വീട്ടിലൊക്കെ പോയി, പെൺകുട്ടിയുടെ വീട്ടിലൊക്കെ പോയി, അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞിട്ടും ആർക്കും ഉറക്കമൊന്നുമില്ല. കാരണം എല്ലാവരും അതിൻ്റെ ആഘോഷത്തിലാണ്. എനിക്ക് ചെറുതായി ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല. കാരണം ഞാൻ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഉറങ്ങാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാനത് പറയാതിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 മണി 3 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാവരും ഉറക്കത്തിൻ്റെ ഒരു മൂഡിലേക്ക് എത്തി. അപ്പോൾ ഞാനും ഇങ്ങനെ ഏകദേശം കിടന്നുറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ജെറിൽ എന്ന് പറഞ്ഞ ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വാ നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ ദീപക്കും ജെറിയും കൂടിയിട്ട് വന്ന് പുറത്ത് വന്നു. അപ്പോൾ ദീപക്കാണ് ആദ്യം വന്ന് വിളിച്ചത്. പറഞ്ഞു ജെറിലിന് എന്നൊരു കാര്യമായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട്, ഒന്ന് പുറത്ത് പോയിട്ട് വരാം. അപ്പം ഞാൻ എന്താണെന്നൊന്നും മനസ്സിലായില്ല. ശരി. അപ്പോൾ ഞങ്ങൾ താമരശ്ശേരിയിൽ ഏകദേശം ഒരു 3-3:30 ആകുമ്പോൾ രാത്രി പുറത്തിറങ്ങി അധികം സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ലാത്തൊരു ഉൾപ്രദേശമാണത്. അത് കൂടെ നടന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം. അപ്പോൾ ജെറി പറഞ്ഞു, കാരണം നമുക്കൊന്ന് സംസാരിക്കണം. ചോദിച്ചു എന്തിനെക്കുറിച്ച്? നീ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കും. നിൻ്റെ ജീവിതത്തിലെ ഭയത്തെക്കുറിച്ചും പേടികളെക്കുറിച്ചും ഒക്കെ നമുക്കിങ്ങനെ ഈ വിജനമായ വഴിയിലൂടെ നടന്ന് സംസാരിക്കാം. രാത്രി പുലർച്ചെ 4 മണിക്ക് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത, കുണ്ടും കുഴി നിറഞ്ഞ, ഒരാൾ പോലും ഇല്ലാത്ത ആ റോട്ടിൽ പിറ്റേ ദിവസം രാവിലെ കല്യാണമുണ്ട്, തലേ ദിവസം ഉറങ്ങിയിട്ടില്ല. ആ സമയത്ത് ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്ന സുഹൃത്തുക്കൾ. 4 AM ഫ്രണ്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു ഇൻസിഡൻ്റാണ് ഓർമ്മ വന്നത്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ അനുഗ്രഹം, ഒരു വലിയ ഭാഗ്യം കൂടിയാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ കൊല്ലത്തിൽ ഒരുപക്ഷെ 1-2 തവണയോ മാക്സിമം കാണാൻ തന്നെ ഉള്ളൂ. പക്ഷേ എങ്കിലും നമ്മൾ ഇന്നലെ എന്തോ ഒരു കോൺവെർസേഷൻ പറഞ്ഞ് നിർത്തിയ പോലെ 6 മാസം മുമ്പത്തെ കോൺവെർസേഷൻ പോലും ഒരു ഫോർമാലിറ്റി ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ് അങ്ങനത്തെ സുഹൃത്തുക്കൾ.